121 മീഡിയ അണിയിച്ചൊരുക്കി കൊയിലാണ്ടി റെഡ് കട്ടൻ കലാവേദി അവതരിപ്പിക്കുന്നു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വീരമൃത്യു വരിച്ച അനേകായിരങ്ങളെ നാം വിസ്മരിച്ചു പോയിട്ടുണ്ട്. അവർ ചരിത്രത്തിന്റെ പുറംപോക്കിലാണ്. ആരാണ് കടുങ്കൈ ചെയ്തത് എന്ന് നമുക്കറിയില്ല. അങ്ങനെ പുറംപോക്കിലായവരിൽ ഒരാളാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അദ്ദേഹത്തെ വളരെ ലഘുവായി പരിചയപ്പെടുത്തുകയാണ് ഒറ്റയാൾ നാടകത്തിലൂടെ ശ്രീ KV അലി. ഈ നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ശ്രീ ഇബ്രാഹിം വെങ്ങര. മഹാസാഗരത്തിൽ നിന്ന് ഒരു കൈക്കുടുന്ന ജലം പോലെ സൂക്ഷ്മതയോടെ, വിറയ്ക്കാതെ, തുളുമ്പാതെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരുടെയും അനുഗ്രഹം വേണം. നിങ്ങളുടെ ശ്രദ്ധാപൂർവമായ വീക്ഷണം അഭ്യർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. കൂട്ടമായി ഈ തക്ബീർ ധ്വനി എന്തോ അപകടം വിളിച്ചോതുന്നുണ്ടല്ലോ. സംഘബോധത്തിന്റെ മന്ത്രധ്വനിയാണ് തക്ബീർ. യാ അല്ലാഹ്, നിന്റെ തുണയല്ലാതെ മറ്റൊന്നുമില്ല ഞങ്ങൾക്ക്. ഏറനാട് ഒള്ളുമനാട്ടിൽ വീശിയടിക്കുന്ന കാറ്റിലിപ്പോ ചോരയുടെ മണമാണ്. വെള്ളപ്പട്ടാളക്കാരുടെ കൈകളിൽ നിലത്തോക്കുകൾ, കൂട്ടന്മാരുടെ കൈകളിൽ മണ്ണെണ്ണ നിറച്ച കന്നാസുകൾ. ഇതിൽ പിടങ്ങി മരിക്കുന്ന കർഷകർ. എന്തിനു വേണ്ടി? എല്ലാം എന്തിനു വേണ്ടി? വീണ മണ്ണിനു വേണ്ടി. അവർ 10-100 പേരുണ്ടായിരുന്നു. അവർ നിലവിളിച്ചോട് പറഞ്ഞു, വെള്ളപ്പെട്ടാലം പിടിച്ചോണ്ടുപോയി. അവർ തിരുവനങ്ങാടിപ്പള്ളിക്ക് തീ വച്ചു. ഇത്രയും പറഞ്ഞവർ ചിതറിയോടി. ആ രാത്രിയിൽ തന്നെ നിരവധി കാർവണ്ടികൾ, പിന്നെ സമര നേതാക്കളും ഞാനും തിരുവനങ്ങാടിക്ക് പുറപ്പെട്ടു. ഞങ്ങളവിടെ എത്തി. ഇല്ല, ഞങ്ങളുടെ അമീറായ ആലിബുസിയാരെ ആരും കൊണ്ടുപോയില്ല. തിരുവനങ്ങാടി പള്ളിക്ക് ആരും തീ കൊടുത്തില്ല. ബ്രിട്ടീഷുകാരുടെ നുണകളായിരുന്നു ആ വാർത്ത. അങ്ങനെ സംഭവിച്ചാൽ മാപ്പിള സഖാക്കളുടെ സംഘടന എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നറിയാൻ ഞാൻ ആലിബുസിയാരോട് ചോദിച്ചു. അമീർ, ഇതൊരു ധർമ്മയുദ്ധമാണ്. ജനിച്ച നാടിനു വേണ്ടി വെള്ളക്കാരന്റെ കാൽച്ചുവട്ടിലെ ജീവിതം ഇനിയും സഹിക്കാനൊക്കൂല. പൊരുതണം, പൊരുതി മരിക്കണം. ആ മരണം നമുക്ക് വേണ്ടിയല്ല, വരും തലമുറയ്ക്ക് വേണ്ടി. അവർക്കുള്ളതാണ് ഈ ഭൂമിയും ആകാശവും. മുസ്ലിയാർ എന്റെ ചുമലിൽ തട്ടി വികാരാധീനായി പറഞ്ഞു, ഈ ആശയത്തിൽ ഉറച്ചു നിൽക്കുക. ജീവിതം ധന്യമാകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ്. വാരിയംകുന്നത്ത് ഇപ്പോൾ സമരമുഖത്ത് നിൽക്കുന്നത്
പാരമ്പര്യമാണ്, ഒരു തുടർച്ച. മരണം സത്യമാണ്. അതിലും വലിയൊരു സത്യം വേറെയില്ല. അതെ, മുസ്ലിയാർ പറഞ്ഞത് സത്യമാണ്. ആദ്യത്തെ സമരത്തിൽ പങ്കെടുത്ത എന്റെ ബാപ്പയെ അന്തമാനിലേക്ക് നാടുകടത്തി. കേവലം 9 വയസ്സായ എന്നെ അറേബ്യൻ പായക്കപ്പലിലേക്ക് വലിച്ചെറിഞ്ഞു. തീ കൊള്ളുന്ന മണലാരണ്യത്തിലൂടെ ഞാൻ അലഞ്ഞു. ശരീരവും മനസ്സും വളരുന്നത് ഞാൻ അറിഞ്ഞതേയില്ല. പക്ഷേ മനസ്സിൽ തീക്കനലെരിഞ്ഞുകൊണ്ടേയിരുന്നു. സമരമുഖത്ത് ഞാൻ എത്തിയത് വളരെ വൈകിയായിരുന്നു. ആലി മുസ്ലിയാരോട് ഞാൻ ചോദിച്ചു, അമീർ, ഈ യുദ്ധത്തെ ചിലർ മാപ്പിള ലഹളയെന്നും മലബാർ കലാപമെന്നും വർഗീയ ലഹളയെന്നും വിളിക്കുന്നു. എന്തേ സ്വാതന്ത്ര്യ സമരമെന്ന് വിളിക്കുന്നില്ല? ബ്രിട്ടീഷുകാരുടെ മുത്തശ്ശന്മാരാണ്. ഞാനല്പം ക്ഷോഭത്തോടെയാണ് സംസാരിച്ചത്. അദ്ദേഹം ചെറുതായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പലർക്കും അവരുടെ ജീവിതമാണ് വലുത്. അതിനുവേണ്ടി വള്ളക്കാരുടെ ഷൂ കാവുകൊണ്ട് പോലും തുറച്ചു കൊടുത്തു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഭൂപ്രഭുക്കന്മാർ എന്തു പറയുന്നു എന്നല്ല കാര്യം, എന്തുകൊണ്ട് പറയുന്നു എന്നാണ്. ഭാര്യം ഒരുപാട് പഠിച്ച ആളല്ലേ, വ്യത്യസ്തമായ അനുഭവ സമ്പത്തും. ചിലപ്പോൾ നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റായി വരാം. കാരണം അവർക്കും കണക്ക് കൂട്ടാൻ അറിയാമല്ലോ. വള്ളക്കാരുടെ ശക്തി ഭൂവുടമകളും നാട്ടുപ്രമാണിമാരുമാണ്. അതുകൊണ്ടാണ് അവർക്ക് പദവികൾ കൊടുത്തത്. പദവികൾ ആഗ്രഹിക്കാത്തവർ ചുരുക്കമല്ലേ. പിന്നെ ഇത്രയൊക്കെ ആയിട്ടും ഈ സമരത്തിൽ MP നാരായണ മേനോനും മാധവൻ നായരും KP കേശവമേനോനും മോഹൻകുമാരവിയും അബ്ദുറഹ്മാൻ സാഹിബും സാധാരണക്കാരായ കൃഷിക്കാരും ഹരിജന ഗിരിജന പ്രവർത്തകരും ഒക്കെയുണ്ടല്ലോ. ബുദ്ധിയുള്ളവർ ഇതൊക്കെ മനസ്സിലാക്കില്ലേ? ഞാൻ പറഞ്ഞു, തീർച്ചയായും മണ്ണാർക്കാട് മുതൽ ഗൂഡല്ലൂർ വരെ നീണ്ടു കിടക്കുന്ന കൃഷിയിടങ്ങൾ, മൂപ്പിൽ നായർ, കൊച്ചി രാജകുടുംബം, നിലമ്പൂർ മഞ്ചേരി കോവിലകങ്ങൾ, കിഴക്കേ പടിഞ്ഞാറ് കോവിലകങ്ങൾ, തിരുവൻകുളം മന തുടങ്ങി എത്രയെത്ര നാടുവാഴികളുടേതാണ്. ഇവരാരും മുസ്ലിങ്ങളല്ലല്ലോ. എന്നാൽ ഇവിടങ്ങളിൽ പണിയെടുക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും മാപ്പിള കൃഷി തൊഴിലാളികളാണ്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മറ്റാരോടാണ് സമരം ചെയ്യേണ്ടത്? ഒരു കാര്യം ഉറപ്പാണ്, നടക്കേണ്ടതെന്നായാലും നടക്കും. എന്താ കിഴക്ക് വെയിലൊഴിച്ചില്ലല്ലോ? അപ്പോഴേക്കും പഠിക്കാറില്ലയോ? കുഞ്ഞാമോനെ അറിയോ? ഇല്ല, അറിയാൻ വഴിയില്ല. ചരിത്രത്തിന്റെ പുറംപോക്കിൽ വസിക്കുന്നവരിൽ ഒരാൾ. കുഞ്ഞാമു അതിരാവിലെ തന്നെ വയലിലിറങ്ങി പണിയെടുക്കുന്നത് എന്തിനാണെന്നറിയോ? വെള്ളപ്പട്ടാളം വെടിവെച്ചു കൊന്ന ഉശിരുള്ളവരുടെ അനാഥരായ മക്കളെയും അവസരായ വൃദ്ധരെയും സംരക്ഷിക്കാനാണ്. അത് വിവാദത്തായി ചെയ്തുപോയി. ഭാര്യയും 2 കുഞ്ഞുമക്കളും പ്രായമായ ഉമ്മയും ഓലമേഞ്ഞൊരു ചെറ്റപ്പുരയിലാണ് താമസം. ഒരു നാൾ കുറെ പോലീസുകാർ തോക്കുമായും ഗൂർഖകൾ കന്നാസിൽ മണ്ണെണ്ണയുമായും വന്ന് ആ പെരയ്ക്ക് തീ വച്ചു. ആ തീയിലേക്ക് ചാടി വീണത് MP നാരായണ മേനോനായിരുന്നു. പക്ഷേ ആരെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ എത്രയെത്ര കുഞ്ഞാമ്മമാരെ അഗ്നിക്കിരയാക്കിയിട്ടുണ്ട്.
യുവതികളെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവർ ചെയ്ത തെറ്റെന്താണ്? ശരിയാണ്, കുറെ പേർ പ്രതികരിച്ചിട്ടുണ്ട്, തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. MP നാരായണമേനോൻ ധീരനായ സമര നേതാവ് ഓരോരുത്തരെയും ചുമലിലേക്ക് ആളിക്കത്തുന്ന തീയിൽ നിന്ന് പുറത്തെത്തിച്ചുകൊണ്ടിരുന്നു. ഇതിനിടെ പോലീസും ഗൂർഖകളും ഓടി രക്ഷപ്പെട്ടു. ചിലർ കാലിടറി വീണു. വീണവരെ കയ്യിൽ കിട്ടിയവർ നന്നായി പെരുമാറി. കുഞ്ഞാമൂനും കെട്ടിയവർക്കും കുട്ടികൾക്കും പൊള്ളലേറ്റിരുന്നു. കത്തിയമർന്ന ചെറ്റപ്പനെ നോക്കി കുഞ്ഞാമ ഉറക്കെ നിലവിളിച്ചു, "പടച്ചറബ്ബേ, ഇനി ഞങ്ങൾ എവിടെ താമസിക്കും?" ഈ വിളി ആ ദേശം മുഴുവൻ പ്രതിധ്വനിച്ചു. മേനോൻ ചോദിച്ചു, "കുഞ്ഞാമോനും കുടുംബത്തിനും എന്റെ വരയിൽ താമസിച്ചൂടെ? 4 പേർക്ക് തങ്ങാനുള്ള ഇടം അവിടെ ഉണ്ട്. തറവാടിന്റെ പേരറിയോ കുഞ്ഞാമോന്? പുഴക്കാട്ടേരി മുതൽ ഒരിടത്ത് പടിഞ്ഞാറക്കര. അവിടെ നിങ്ങൾക്കും ഒരു ഇടമുണ്ടാവും. നിസ്കാരവും ഊത്തും അവിടുന്ന് ചെയ്യാം, ആരും തടയൂല." ഇത്രയും കേട്ട കുഞ്ഞാമോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, മലബാറിന്റെ അബൂത്താലിബിയെന്ന് നിങ്ങൾക്ക് പേര് വിളിച്ചതാര്? കുഞ്ഞാമു നാരായണമേനോന്റെ കാൽ വീഴാൻ ഭാവിച്ചപ്പോൾ അദ്ദേഹം അത് തടഞ്ഞുകൊണ്ട് പറഞ്ഞു, "ആരും ആരുടെയും അടിമയല്ല. അടിമത്തത്തിന്റെ ദുഃഖത്തിൽ നിന്ന് കരകയറാനാണ് ഈ സമരം. ഇത് നാം തോറ്റെന്നിരിക്കും. ഓരോ തോൽവിയുടെയും പിറകിൽ ഒരു ജയമുണ്ടാകും. നാം ജയിക്കും. സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു വരും തലമുറ ശ്വസിക്കും." മിസ്റ്റർ തോമസ്, മാപ്പിളമാരിൽ രഹസ്യമായ സംഘടനാ സാമർഥ്യവും ഭരണപാഠവത്തിന്റെ വികസനവും വളർന്നിരിക്കുന്നു. കരുവാരക്കുണ്ട്, മണ്ണാക്കാട്, മീനമ്പൂർ, പൂക്കോട്ടൂർ, മഞ്ചേരി, പെരിന്തൽമണ്ണ, ചെർപ്പുളശ്ശേരി, വെള്ളിങ്ങേഴി, പൂത, നാട്ടുകൽ, തിരൂർ, താനൂർ തുടങ്ങി 24 കേന്ദ്രങ്ങളിൽ അവർ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, മാപ്പിളമാരുടെ സ്വഭാവത്തിൽ പ്രത്യേക ശക്തിയുണ്ട്. ഒരു സാമ്രാജ്യം തന്നെ സ്ഥാപിക്കാൻ കഴിവുള്ളവരാണവർ. ഹിന്ദു പ്രജകളുടെ ആക്ഷേപങ്ങളെ വാരിയം കൊണ്ടത്ത് തന്റെ കോടതിയിൽ വിചാരണ ചെയ്തു. കൊള്ള ചെയ്ത മുതൽ ഖിലാഫത്ത് ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടിച്ചു. ഹിന്ദുക്കളും മുസൽമാന്മാരും ഒരേപോലെ തന്നെ പ്രജകളാണെന്നും അവരെ രക്ഷിക്കേണ്ടത് തന്റെ കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിട്ടീഷ് ഓഫീസർ ഇത്രയും പറഞ്ഞപ്പോൾ കലക്ടർ തോമസ് അസ്വസ്ഥനായി. അദ്ദേഹം ചോദിച്ചു, "മിസ്റ്റർ മേജർ വാക്കർ, താങ്കൾ മലബാർ കമ്മീഷണറാണ്. ഇത്രയും വിഷയം പൊതുജനത്തെ അറിയിക്കുമ്പോൾ ബ്രിട്ടീഷ് പടയാളികളുടെ വീര്യം നഷ്ടമാവില്ലേ?" മിസ്റ്റർ തോമസ്, ഞാനൊരു സത്യം പറഞ്ഞു, അതും നമ്മുടെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ചു. നീതിയുക്തമായ ഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഗവൺമെന്റ് 10,000-ലേറെ മാപ്പിളമാരെ ഇതിനകം കൊന്നു. 20,000 പേരെ നാടുകടത്തി. 50,000 പേരെ തടവിലിട്ടു. 10,000 പേരെ കാണാതാക്കി. എന്നിട്ടും സമരമുഖത്ത് അവർ പിടിച്ചു നിൽക്കുന്നു. ഈ യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതില്ല മിസ്റ്റർ തോമസ്. ഗുഡ് നൈറ്റ്. നിയമത്തിന്റെ മുമ്പിൽ ഒരവസരത്തിലും ജാതിയും മതവും നോക്കിയിട്ടല്ല വിധി പ്രസ്താവിച്ചത്. അതിന്റെ ഉദാഹരണമാണ് കുറ്റവാളികളായ ബീരാൻകുട്ടി, ചെരപ്പനലി, കുഞ്ഞൂസ, കുഞ്ഞാമു എന്നിവർ ചാത്തങ്ങോട്ട് മനയിൽ കയറി മോഷ്ടിച്ചതിന് നൽകിയ ശിക്ഷ. 322 അടി വീതം കൊടുത്തു. കണ്ടുകെട്ടിയ 20 സാധനങ്ങൾ മനയിൽ കൊടുത്തപ്പോൾ
മലയിലെ കിളിവാതിലൂടെ നാണിത്തമ്പുരാട്ടി വിളിച്ചു പറഞ്ഞു, അവരെ ശിക്ഷിക്കരുത്. അവർ മോഷ്ടിച്ചതല്ല, ഞാൻ മനസ്സാൽ കൊടുത്തതാണ്. ഈ പ്രസ്താവം എന്നെ കരയിച്ചു. പക്ഷേ മരാട്ട് നമ്പൂതിരിക്ക് ഹാലുവൻ മാളികപ്പുറത്തെ ജാലക കൂടാരത്തിലേക്ക് നോക്കി തമ്പുരാട്ടിമാരെ പുലഭ്യം പറഞ്ഞു, നെല്ലറയും നിലവറയും കൊള്ള ചെയ്തവരെ ന്യായീകരിക്കുക. രാജന്മാരെ നിർത്തേണ്ടടുത്ത് നിർത്തണം. ഇന്നത്തെ പെൺകിടാങ്ങൾക്ക് നാവ് കൊടുത്തത് ആ MP നാരായണ മേന. അങ്ങനത്തെ ജാതിയും അതും ഇല്ലല്ലോ. മനുഷ്യരെല്ലാം ഒന്നാണത്രേ. വിദ്യക്ക് ഒന്നല്ലാതെ മറ്റെന്താ പറയാ? കുടിയാ നീളം എമ്മി ശത്രു ഈശ്വരന്റെ കൽപ്പനകൾക്ക് വഴങ്ങാത്തവന് ഇവിടെ എങ്ങനെ ജീവിക്കാനൊക്കും? ഇങ്ങനെ കുറെ ഗിരുവാണം മുഴക്കി നമ്പൂതിരി കരുതുള്ളി. പർവത്ത് ഉണ്ണിയാജിയും ലവക്കുട്ടിയും അബ്ദും പയ്യനാട് മൊയ്തീനും ചെമ്പ്രശ്ശേരി തങ്ങളും കുഞ്ഞാമുവും കൂട്ടരും പല ഘട്ടത്തിൽ പ്രതികരിക്കാൻ ഒരുപെട്ടെങ്കിലും അവരെ തടഞ്ഞു നിർത്തേണ്ടി വന്നു. മാപ്പിളമാരുടെ കൽബ് തൊട്ടറിഞ്ഞ മഹാമനുഷ്യനാണ് MP നാരായണ മേനോൻ. അദ്ദേഹത്തെ ആരാക്ഷേപിച്ചാലും മാപ്പിളമാര് സഹിക്കൂല, ഓർക്ക് സഹിക്കാനൊക്കൂല. വെള്ളക്കാരന്റെ പേടിക്കിനാവാണ് MP. കക്കാനും കൊള്ളയടിക്കാനുമല്ല ഈ ധർമ്മയുദ്ധം. പിന്നീട് ഞാൻ കുഞ്ഞാമുവിനോട് ചോദിച്ചു, സത്യം പറ, മോഷ്ടിച്ചത് ഇല്ലത്തുനിന്നും തന്നെയല്ലേ? അന്നേരം കുഞ്ഞാമുവിന്റെ കണ്ണിൽ നിന്നും കണ്ണീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. അവൻ പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, മാറാട്ടില്ലത്തുനിന്നും തന്നെ. ഇപ്പൊ ഞാനൊരു കാര്യം ഓർക്കുന്നു. പത്തായം തുറക്കുമ്പോ ഏതോ ഒരു സാധനം തറയിൽ വീണു. മറ്റൊരു ചായ്പിൽ നിന്ന് ഒരു സ്ത്രീയുടെ ശബ്ദവും കേട്ടു. പിന്നീട് പുറത്തേക്കുള്ള വഴി കാണും വിധം ഏറിയ വട്ടവും ആ ശബ്ദം നാണിക്കുട്ടി തമ്പുരാട്ടിയുടേതല്ലേ? അവൻ പറഞ്ഞത് തികച്ചും ശരിയാകാം. ഒരു പക്ഷേ പണിയില്ലാതെ പട്ടിണി കിടക്കേണ്ടി വന്ന പാവങ്ങളെ കുറിച്ച് തമ്പുരാട്ടി വേവലാതിപ്പെട്ടിരിക്കാം, ആ നെഞ്ചകം പിടഞ്ഞിരിക്കാം. എന്നിരിക്കലും ഞാൻ ഒരിക്കലും കളവും പിടിച്ചുപറിയും അനുവദിച്ചിട്ടില്ല. നെല്ലിക്കുന്നത്തെ വെക്കത്തമ്മയെന്ന ഒരു വൃദ്ധയുടെ വീട് കൊള്ള ചെയ്ത 4 പേരെ വിചാരണ ചെയ്ത് ശിക്ഷിച്ചു. രാജകക്ഷിക്കാരനായ മാടത്തിങ്ങൽ മരക്കാർ ശിക്ഷ ഭയന്ന് ഓടിപ്പോയത് അങ്ങാടിപ്പുറത്തെ ഗൂർഖാ ക്യാമ്പിലേക്ക്. പല ജന്മിമാരും തൊഴിലാളികളോട് വളരെ മോശമായാണ് പെരുമാറിയത്. മ്ലേച്ഛരായും താണജാതിക്കാരായും കരുതി. ഇതിൽ നിന്ന് വ്യത്യസ്തരായിരുന്നു മേൽമുറി അംശത്തിലെ 75% കൃഷിഭൂമിയുള്ള കോമൻ മേനോ. കുടിയാന്മാരോട് അദ്ദേഹം ധന്യാനുകൂല്യം വേണ്ടെന്ന് വെച്ച മഹാനായിരുന്നു. ഞങ്ങൾ അതിനെ ആദരിച്ചു. നീതിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുകയും അനീതിയുടെ പക്ഷക്കാരോട് പൊരുതുകയും ചെയ്തു. ഇവിടെ മതം നോക്കിയില്ല. ഒരു കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പുണ്ടായിരുന്നു, ബലിമൃഗത്തിന്റെ ആയുസേ ഞങ്ങൾക്കുള്ളൂ എന്ന് അറിഞ്ഞു. മരണം മുന്നിൽ കണ്ടിട്ടുള്ള പോരാട്ടം. അക്കൂട്ടത്തിൽ വെള്ളക്കാരന്റെ പാദസേവ ചെയ്യുന്ന ഒരു മൃഗത്തിന്റെ തല വെട്ടിയെടുത്ത് പൊതുയിടങ്ങളിൽ പ്രദർശിപ്പിച്ചു. ആരുടേതാണെന്നായി അല്ലാഹു മഹാനാണ്, അല്ലാഹു മഹാനാണ്. 3000-ലേറെ വരുന്ന സമര നേതാക്കളുടെ കണ്ടത്തിൽ നിന്നുയരുന്ന തെക്കുബീർക്കും ജാഥാംഗങ്ങളുടെ കൈകളിൽ തൂക്കുകൾ, വാളുകൾ, കുന്തങ്ങൾ, കടാരകൾ, ആയുധമില്ലാത്ത ഒരാളും ജാഥയിലില്ലായിരുന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള
ഒരു കരവിലമ്പൻ. ഏറ്റവും മുമ്പിൽ ഞാനായിരുന്നു. എന്റെ വലതു കൈയിൽ ചോര വാർന്നു വീഴുന്ന തല. അത് ആരുടേതാണെന്നറിയോ? ആനക്കയം ചേക്കൂട്ടിയുടേത്. അയാൾ ബ്രിട്ടീഷ് പോലീസിൽ നിന്നും വിരമിച്ചിട്ടും അവരുടെ ആയുധമായി സമര നേതാക്കളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. അയാൾക്കുള്ള പ്രതിഫലമാണ് ഞാൻ നൽകിയത്. സായുധ സമരത്തെ ആദ്യം അനുകൂലിച്ചിരുന്നില്ല. മഹാത്മാഗാന്ധിജിയുടെ അഹിംസാവാദത്തിന് അനുകൂലമായിരുന്നു ഞാൻ. പക്ഷേ കൊമ്പിൽ ചാടി വീണ് എന്നെ കൊന്നു തരുമെന്ന് പറഞ്ഞാൽ ബാപ്പുജി പങ്കെടുത്ത മഹാസമ്മേളനത്തിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ഇഴചേർന്ന് നടന്നിട്ടുണ്ട്. ചേക്കൂട്ടിയെ കൊല്ലാൻ മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു. 1894 മണ്ണാർക്കാട് വെച്ച് നടന്ന ഇംഗ്ലീഷ് വിരുദ്ധ കലാപത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ അയാളാണ് എന്റെ ബാപ്പയെ നാടുകടത്താനും എന്നെ അറബിയിലേക്ക് എറിയാനും മുൻകൈയെടുത്തത്. കട്ടിട്ടില്ല, കളം പറഞ്ഞിട്ടില്ല, കൊല ചെയ്തിട്ടില്ല. സ്വാതന്ത്ര്യത്തിന്റെ വായുവിന് വേണ്ടി ശബ്ദിച്ചു. മനുഷ്യരെ പോലെ ജീവിക്കാൻ ഈ ഭൂമിയിൽ എല്ലാവർക്കും തുല്യാവകാശമുണ്ടെന്ന് വാദിച്ചു. അതാണോ തെറ്റ്? ദുഃഖങ്ങൾ വരുമ്പോൾ കൂട്ടത്തോടെ വരും. അങ്ങനെയായിരുന്നു ആദിവാസിയാരുടെ മരണം. അതിന്റെ വല്ലാതെ തളർത്തി. പോലീസ് പിടിച്ചുകൊണ്ടു പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, നാടിനു വേണ്ടി ജീവൻ കൊടുക്കുന്നതിൽ എനിക്ക് ദുഃഖമില്ല. പക്ഷേ എന്നെ തൂക്കി വെച്ചിയാൽ ഇംഗ്ലീഷുകാരത് പെരുന്നാളാക്കുമല്ലോ വാണിയത്തെ. ഞാൻ വളരെ വിനയത്തോടെ മുസ്ലിംകാരുടെ കൈപിടിച്ച് മാറോടണച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹു കനിഞ്ഞരുളിയ ജീവൻ നമുക്കെടുത്തു മാറ്റാൻ അവകാശമില്ലല്ലോ. കണ്ണീർ പോലെ സംഭവിച്ചു. താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു ആ വേദന. എങ്കിലും ഞാൻ സമാധാനിച്ചു. അധികം വൈകാതെ ഞാനും കൂടെയുണ്ടാകുമല്ലോ. മരണം ഒരു ചങ്ങാതിയെപ്പോലെ കൂടെയുണ്ടെന്ന് വിശ്വാസമുള്ളവർക്ക് ഒരുവിധം ദുഃഖങ്ങളൊക്കെ നിസാരമായിരിക്കും. ഗൂർഖകൾക്കും ബർമ റെജിമെന്റിനും നെല്ലിക്കുന്നത്ത് വെച്ച് ഇളനീരും പഴവും നൽകി സ്വീകരിച്ച, മാപ്പിള മലയാളത്തെ ആഗമനം അവമാനിച്ച ഹൈദരാബാദിയെ കൊന്ന രാത്രിയിൽ പ്രളയിൽ ചെന്നപ്പോ 13 മണ്ണെണ്ണ വിളക്കിന്റെ നേരിയ വട്ടത്തിൽ പെണ്ണുമോളും ചുവഞ്ചായിരിക്കുകയായിരുന്നു. എന്റെ ശബ്ദം കേട്ടപ്പോ അവൾ ചാടി എണീറ്റു. അവൾ ആദ്യം ചെയ്തത് മണ്ണെണ്ണ വിളക്കെടുത്ത് എന്റെ കണ്ണിലേക്ക് നോക്കിയായിരുന്നു. അവൾ ശബ്ദം താഴ്ത്തി ചോദിച്ചു, ഇന്ന് വാങ്ങയാക്കാൻ ആരെ കിട്ടിയേ? അതേ ശബ്ദത്തിൽ ഞാൻ മറുപടി പറഞ്ഞു, ഹൈദരാബാദി എന്ന ഇബിലീസിനെ. ഏറെ നേരം പിടഞ്ഞില്ല. അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇങ്ങനെ ഒരുപാട് വായിച്ച് പരിശുദ്ധ ഖുർആൻ
അത്രയും വായിച്ചില്ല. എന്നാൽ ഒരു കാര്യം ഇതുവരെ മനസ്സിലായില്ല. ശത്രുക്കൾ മരിക്കുമ്പോഴും മിത്രങ്ങൾ മരിക്കുമ്പോഴും നിങ്ങൾ കരയുന്നു. എന്തേ അതിന്റെ ഹിക്മത്ത്? ഉത്തരം മുട്ടി നിൽക്കുന്ന എന്റെ കണ്ണീര് തലയിലിട്ട ശീല കൊണ്ട് തുടച്ചു തന്ന് അവൾ തന്നെ ഉത്തരവും പറഞ്ഞു. ഒരിക്കലും എന്റെ പിയാപ്പിളയെ കുറിച്ച് ആലി മുസ്ലിയാൻ പറഞ്ഞു, നേരറിയുന്ന നേരത്ത് കൽപോലെയാത്തവനാണ് എന്റെ പിയാപ്പിളയെന്ന്. ആ പറഞ്ഞതിന്റെ മയന കുറെ നാളിന് ശേഷമാണ് മനസ്സിലായി. കൊല്ലുന്നത് നിങ്ങളല്ല, കൊല്ലിക്കുന്നതാണ്. വളരെ വൈകി കിട്ടിയതാണ് മുറപ്പെണ്ണായ മാളുവിനെ. ഇളവനാട് ഉള്ളുവനാട് ദേശത്ത് ആദ്യമായി ഇംഗ്ലീഷ് ഭാഷ പഠിച്ചത് മാളുവായിരുന്നു. എന്റെ അമ്മാവനായ അവളുടെ വാപ്പ എഴുത്തച്ഛനെ പഴയ വിരുത്തിയായിരുന്നു പഠിപ്പിച്ചത്. കൂട്ടത്തിൽ എന്നെയും ഇരുത്തി. വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നപ്പോൾ മാളു വിധവയായിരുന്നു. സൃഷ്ടാവിന്റെ ചില ഫലിതങ്ങൾ. ഇന്നെന്റെ ശക്തി മാളുവാണ്. എന്നെ പോലെ തന്നെ ഈ നാടിനെ അവളും സ്നേഹിക്കുന്നു. ഭൂമിയിൽ കുറെ പാവുകൾ കളിക്കുന്നു. ആരാണ് സൂത്തുകാരൻ? എവിടെയാണ് ചരടിന്റെ അറ്റം? ആരുടെ കയ്യിലാണ്? അയാൾ എവിടെയാണ്? ആർക്കും അറിയില്ല. പക്ഷേ ഉണ്ടുതാൻ. ഒരാൾക്കും പിടികൊടുക്കാതെ കുട്ടികൾ കണ്ണുകെട്ടി കളിക്കും ചെയ്തില്ല. അടുത്തു തന്നെയുണ്ട്. തോറ്റു എന്ന് പറഞ്ഞാലും അടുത്തേക്ക് വരില്ല. ഗറില്ല നേതാക്കളിൽ പലരും ഒളിവിലായിരുന്നു. അവരിൽ ചിലരുടെ കാലിടറുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ഒരു ഒത്തുകൂടൽ സംഘടിപ്പിച്ചു. ഏത് യുദ്ധവും ജയിക്കണമെങ്കിൽ ഒരുമ വേണം, പരസ്പരം വിശ്വാസം വേണം, സംശയങ്ങൾ പറഞ്ഞു തീർക്കണം. അന്നൊരു രാത്രി മലമുകളിലെ തമ്പിൽ ഞങ്ങളിൽ ചിലർ ഒത്തുകൂടി. കൂട്ടത്തിൽ ചെമ്പകശ്ശേരി കോയത്തങ്ങൾ, സീരിത്തങ്ങൾ, കൊന്നാര മുഹമ്മദ് കോയത്തങ്ങൾ തുടങ്ങിയവരായിരുന്നു. ചെമ്പശ്ശേരി എന്നോട് ചോദിച്ചു, എത്ര കാലം ഇങ്ങനെ ഒളിവിൽ കഴിയും? പലരും കീഴടങ്ങി. മരിച്ചവരുടെ എണ്ണം തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഇതൊരു വർഗീയ കലാപമാണെന്നും ഇസ്ലാമിലേക്ക് മതം മാറ്റമാണ് ഉദ്ദേശമെന്നും നാട് മുഴുവൻ പുക്കാറാക്കാൻ ഇംഗ്ലീഷ് സർക്കാരിനെ അനുകൂലിക്കുന്നവർക്ക് ഇതിനകം സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ കയറി കൊട്ടാര മുഹമ്മദ് കോയത്തങ്ങൾ പറഞ്ഞു, ഈ യുദ്ധം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല, കുറെ യത്തീമുകളെ ഉണ്ടാക്കാനാണ്. ഇത്രയും കേട്ടപ്പോൾ മനസ്സ് വല്ലാതെ പെടുന്നു. നീതിക്ക് വേണ്ടിയുള്ള സമരത്തിൽ ഇതൊക്കെ സാധാരണമാണെന്ന് പലവരും ഞാൻ പറഞ്ഞു. പക്ഷേ അതൊക്കെ ഓട്ടക്കളത്തിൽ വെള്ളമൊഴിച്ച കൂട്ടായിരുന്നു. ഞാൻ ഏകനായ എന്നൊരു തോന്നൽ. കലക്ടർ തോമസിന് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നു. വിപ്ലവക്കാരെ കൊല്ലാതെ പിടിക്കണം, വിധിന്യായ പ്രകാരം ശിക്ഷ വിധിക്കണം. വാര്യംകുന്നത്തിനെ പിടിക്കാൻ ഏത് നുണയും പറയാം, എന്തും ചെയ്യാം, സർക്കാർ കൂടെയുണ്ടാവും. എന്റെ ചെറുതെല്ലാം ഇംഗ്ലീഷുകാർ ഓരോന്നോരോന്നായി വെട്ടിമാറ്റിക്കൊണ്ടിരുന്നു. അന്നൊരു ദിവസം നമസ്കരിക്കുകയായിരുന്നു ഞാൻ. നിസ്കാരപ്പായയുടെ ഓരത്ത്
കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഇരുന്നിരുന്നു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്റെ കൈവിരലിലുണ്ടായ മോതിരം അഴിച്ച് മാളുവിനെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, മാളു, നിനക്ക് തരാൻ മറ്റൊന്നും എന്റെ അടുത്തില്ല. തലമുറകളാൽ കൈമാറി വന്ന മോതിരമാണിത്. ഇനി ഇതിന്റെ അവകാശി നീയാണ്. അവൾ എന്നെ വാരിപ്പുളന്ന് തുറതുക ഉമ്മ വച്ചു. സമയം അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. തണുപ്പാതയില്ലാത്ത മലമുകളിലെ ഊടുവഴിയിലൂടെ ഞാനും അവശേഷിക്കുന്ന മറ്റു സഖാക്കളും നടന്നു നീങ്ങുകയും അധികം ദൂരത്തല്ലാത്ത ഒരു സാമ്പിയിൽ നിന്ന് സുന്ദരബാഗ് കേട്ടു. കാലൻ കോഴികൾ അത് ഏറ്റുപാടി. ഞങ്ങൾ സാമ്പിക്കടുത്തേക്ക് നടന്നു. വൃദ്ധനായ ഒരു മുസ്ലിം ഒഴികെ പള്ളിയിൽ മറ്റാരെയും കണ്ടില്ല. നാളുകൾക്ക് മുമ്പ് കരുവാരക്കുണ്ടിലെ മൂപ്പിൽ കരുവാൻ ഉണ്ടാക്കി തന്ന ഒരു തോക്ക് എന്റെ പിറകിൽ കെട്ടിവെച്ചിരുന്നു. ആ തോക്കഴിച്ച് പള്ളിയിൽ പരിശുദ്ധ ഖുർആൻ സൂക്ഷിച്ചു വെച്ച അലമാറയിൽ വെച്ചു. ഒന്നുകിടത്ത് ഇമാമായി നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ കരിയിലകളുടെ ശബ്ദം കേട്ടു. എങ്കിലും നിസ്കാരം പൂർത്തിയാക്കി. പള്ളിക്ക് ചുറ്റും പട്ടാളവും പോലീസുമായിരുന്നു. എന്റെ കൂടെ പാവത്ത് ഉണ്ണിഹാജിയും മയ്യനാട് മൊയ്തീനും മറ്റ്20 സഖാക്കളും ഉണ്ടായിരുന്നു. ആരും ചെറുത്തു നിന്നില്ല. സമയമെത്തിയതായി കരുതി എല്ലാവരും ഉറക്കെ തെക്കുവീർ മുഴക്കി. പട്ടാളക്കേടിലേക്കായിരുന്നു ഞങ്ങളെ കൊണ്ടുപോയത്. പിന്നീട് ശരീരം മുഴുവൻ ചങ്ങലയാൽ ബന്ധിച്ച് കോടതി പരിസരത്ത് തലമുറയിടുന്ന തൊഴിലാളിക്കൂട്ടമുണ്ടായിരുന്നു. ജാതിഭേദമന്യേ കോടതിയിൽ ഹിച്ച്കോക്ക്, തോമസ്, മറ്റ് നിരവധി കള്ളസാക്ഷി പറയാൻ ജന്മിമാരുടെ ഒത്താശക്കാർ. വക്കീൽ സാക്ഷിയോട് ചോദിച്ചു, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ എത്ര കാലമായിട്ടറിയാം? തത്ത പറയുമ്പോൾ സാക്ഷി പറഞ്ഞു, വർഷങ്ങളായിട്ടറിയാം. പല വീടുകളും ദശതയും കൊള്ള ചെയ്തു. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ആയുധങ്ങൾ മോഷ്ടിച്ച് ബ്രിട്ടീഷ് ഭരണകക്ഷിയോട് യുദ്ധം ചെയ്തു. ചില സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് സ്വന്തമായി ഭരണം നടത്തി. ഇങ്ങനെ നിരവധി കുറ്റങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. ജഡ്ജി എന്നോട് ചോദിച്ചു, വാര്യംകുന്ന കുഞ്ഞഹമ്മദ് ഹാജി കുറ്റം സമ്മതിക്കുന്നോ? ഞാൻ പറഞ്ഞു, ഇല്ല, തെളിവ് ഉണ്ടാക്കുകയായിരുന്നു സർക്കാർ. അക്രമങ്ങളെ ചെറുക്കാൻ, രക്ഷിക്കാൻ പല കുടുംബങ്ങളിൽ കാവൽ നിന്നവരാണ് ഞാനും എന്റെ സംഘവും. എന്റെ സത്യങ്ങളെല്ലാം നിങ്ങൾ കള്ളമായി മാത്രമേ കാണൂ. എന്റെ നിഷേധങ്ങൾ നിങ്ങളുടെ കാതുകൾ കേൾക്കില്ല. ഒന്നു മാത്രം ഞാൻ പറയുന്നു, എന്റെ മണ്ണിന് വേണ്ടിയുള്ള സമരം മാത്രമേ ഞാനും എന്റെ സംഘവും ചെയ്തിട്ടുള്ളൂ. ഇന്ത്യ മഹാരാജ്യം വെള്ളക്കാരുടേതല്ല. അവരുടെ അടിമകളായി ജീവിക്കാൻ ഒരു ഇന്ത്യക്കാരനും സാധ്യമല്ല. അവൻ അഭിമാനമുണ്ട്, അന്തസ്സുണ്ട്. എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, അതാണ് എന്റെ ലക്ഷ്യം. സ്വാതന്ത്ര്യം ഓരോ മനുഷ്യന്റെയും ജീവവായുവാണ്. നിസ്കാരം അന്ന് കഴിഞ്ഞു. വീണ്ടും പട്ടാള ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. അടുത്ത ദിവസം എന്നെ വിസ്തരിച്ച ജഡ്ജി
വാരിയുന്നത്താവില്ല. കുറെ പോലീസുകാർ എന്റെ മരണരേഖകൾ സൂക്ഷിച്ച പെട്ടി പട്ടാള ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. അവരുടെ കൂടെയുണ്ടായിരുന്ന കളക്ടർ തോമസ് എന്നോട് ചോദിച്ചു, വളരെ ഭദ്രമായി സൂക്ഷിച്ച ഈ പെട്ടിയിൽ എന്താണുള്ളത്? സ്വർണ്ണങ്ങളില്ല, മുത്തുകളില്ല, പണമില്ല, പിന്നെ സംഗതിയിൽ കുരുക്കിട്ടതിനാൽ ദേഹമാസകലം വേദനയുണ്ടായി. എന്നിട്ടും ഞാൻ ചിരിച്ചു. ആ ചിരി സായിപ്പിന് രസിച്ചില്ല. തോമസിന്റെ ഷൂ എന്റെ മുഖത്ത് പലതവണ ഉമ്മവിച്ചു. വായിൽ ചോര വീണു. ആ ചോര തുപ്പിയത് തോമസിന്റെ മുഖത്തേക്കായിരുന്നു. പിന്നെ അവിടെ അടിയുടെ പൂരമായിരുന്നു. ആ പെട്ടിയിൽ പ്രധാനപ്പെട്ട ചരിത്ര രേഖകളായിരുന്നു. എന്റെ ഭരണമുദ്രകൾ, ഇംഗ്ലീഷ് ഭരണകൂടം ചെയ്തുകൂട്ടിയ അക്രമങ്ങൾ, നെറികേടുകൾ, അങ്ങനെ പലതും. നാളെ ജനിക്കാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി കരുതി വെച്ച വിധി. തോമസ് അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, വാരിയേക്കുന്ന മാർഷൽ പദവി അയാൾ സ്വയം സൃഷ്ടിക്കുന്നതല്ല, സർക്കാരിന്റെ ഔദാര്യമാണ്. സർക്കാരിന്റെ താൽപര്യത്തെ മറികടക്കാൻ ഒരു ജഡ്ജിയെയും അനുവദിക്കില്ല. അപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മിസ്റ്റർ തോമസ്, now you are telling a truth. ഇപ്പോഴാണ് നീ ഒരു സത്യം പറഞ്ഞത്. സത്യസന്ധമായ വിധി പ്രസ്താവിക്കാൻ കഴിയാത്ത എത്രയോ മാർഷന്മാർ ലോകാവസാനം വരെ ഉണ്ടാകും. നീതിക്ക് വേണ്ടി പ്രതി ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ന്യായാധിപന്മാർ ആഗ്രഹിക്കും. മാർഷൽ പ്രഖ്യാപിക്കേണ്ട വിധി പിന്നീട് ഹിച്ച്കോക്കായിരുന്നു പ്രഖ്യാപിച്ചത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ആജിയെയും കൂറ്റാളികളെയും പരസ്യമായി വെടിവെച്ച് കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. കുറ്റം രാജ്യദ്രോഹം.